എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നാലാശനിയാച്ചാണ് തേജുനും ക്ലാസ്സിൽ കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് പാലക്കാട് ഓഫീസിലാണ് ഡ്യൂട്ടി. നോർമലി സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ഒക്കെ ലീവ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോർത്ത് സാറ്റർഡേ പോവാറുണ്ട്. വേറെ ഒന്നല്ല, മന്ദന്റെ ആണല്ലോ, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അന്ന് സൂര്യനെ വിളിക്കാൻ നിന്നിട്ടില്ലേ, കാരണം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു ദിവസം കിട്ടുമ്പോഴാണല്ലോ അവർക്ക് ഉറങ്ങാൻ പറ്റുക. അപ്പൊ പിന്നെ ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ വേറെ ഒന്നും നോക്കില്ല കേട്ടോ. 3 കോഴിമുട്ട എടുത്ത് പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തേ. എന്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എഗ് എടുത്ത് പീസാക്കിയിട്ട് അതിൽ കുറച്ച് പെപ്പർ പൗഡറും എതിരിട്ട് പിന്നെ പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി അതെല്ലാം അകത്തേക്ക് ആക്കലാണ്. ഞാൻ ഇതുപോലത്തെ ഫുഡൊക്കെ എടുത്തിട്ട് എന്നും ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിക്കേ. പക്ഷെ ഈ വർക്കിനിടയിൽ നടക്കാറില്ല കേട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് ലോങ്ങും പോകണം, പിന്നെ വിസിറ്റ് ഒക്കെ പോകുമ്പോൾ നടക്കാറില്ലേ. പിന്നെ തേജുവിന്റെ സൂര്യയുടെ ഒരു സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിക്കണത്. ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴട്ടോ സൂര്യയുടെ കാര്യം ഓർമ്മ വന്നു. വേറെ ഒന്നല്ല കേട്ടോ, തേജു സ്കൂളിലേക്ക് ഞാൻ വർക്കിനും പോയി കഴിഞ്ഞാൽ ആൾ ഒറ്റയ്ക്കാണല്ലോ. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയും തേജു ഫ്രണ്ട്സിന്റെ കൂടെയും കഴിക്കുമ്പോൾ സൂര്യ ഒറ്റയ്ക്കാണല്ലോ കഴിക്കാറുള്ളത്. അതിന്റെ കുറവ് നമ്മൾ ഈ ടൈമിലാണല്ലോ മനസ്സിലാക്കുക. പിന്നെ വീട്ടിലിരിക്കുന്ന ഓരോ ലേഡീസിന്റെ അവസ്ഥ ഇതാണല്ലോ. ഈ നേരവും കടന്നു പോകുന്ന പറഞ്ഞ പോലെ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണല്ലോ നമ്മളൊക്കെ. അങ്ങനെ പ്ലേറ്റ് ക്ലീൻ ആക്കി എന്റെ ഫുഡ് അടി കഴിഞ്ഞുട്ടാ. പിന്നെ കഴിച്ച പ്ലേറ്റ് ഒന്ന് കഴുകിയിട്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. സൂര്യ എണീച്ച് വരുമ്പോ അവിടെ ഒന്ന് അലമ്പായി കിടക്കാൻ പാടില്ലല്ലോ. അപ്പൊ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കഴിച്ച ഡൈനിങ് ടേബിൾ കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ എന്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി. പിന്നെ സരീഷൊക്കെ ലീവ് കേട്ടോ. പിന്നെ വീഡിയോ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല, നേരെ ഓഫീസിൽ പോയി. പിന്നെ ഒരു 11 മണിയായപ്പോ ചേച്ചി കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 2 മണിയായപ്പോ ഞാനും വിവേകം ഫുഡ് കഴിക്കി ഇറങ്ങി. ഇന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓഫീസിൽ. ഫോർത്ത് സാറ്റർഡേ ആയിട്ട് കസ്റ്റമറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ. ഇന്ന് ഫുഡ് കുറച്ച് മാറ്റി പിടിച്ചിട്ടോ. നെയ്ച്ചോറും ബീഫും ഒക്കെ ഉണ്ട്. അങ്ങനെ നെയ്ച്ചോറും വന്നു, ബീഫ് റോസ്റ്റും വന്നേ. കുറച്ച് ബീഫ് എടുത്തിട്ട് നെയ്ച്ചോറിലിട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടോ. പിന്നെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ബീഫ് ചില്ലി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചില്ലിന്ന് 2 പീസ് എടുത്ത് നെയ്ച്ചോറിലിട്ട് പിന്നെ അതൊരു പിടുത്തം പിടിച്ചേ. സംഭവം ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ പതിവ് പോലെ എന്റെ പ്ലേറ്റ് ഞാൻ ക്ലീൻ ആക്കിയിട്ടാ. പിന്നെ അവിടെ നിന്ന് ബില്ലും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഷോപ്പിന്റെ പേര് സാൾട്ട് ആൻഡ് പേപ്പർ കേട്ടോ. നമ്മുടെ KSRT സ്റ്റാൻഡിന്റെ ബാക്കിലാണ്. പിന്നെ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ ഒറ്റപ്പാലത്തിയപ്പോ ഞാൻ പോവാറുള്ള ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടാ. അവിടെ ക്യാഷും കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ഫാദുഖാന്റെ കടയിലേക്കാണ്. ഫാദുഖാണെങ്കിൽ എന്റെ മുഖത്ത് ക്ഷീണം കണ്ടിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മാങ്ങ വേണോ വെച്ചു, മാങ്ങ മുറിച്ചെന്നാളെ. പിന്നെ ഫാദുഖ സ്നേഹത്തോടെ തരുമ്പോൾ നമ്മളങ്ങനെ കഴിക്കാണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടാ മാങ്ങയുടെ മുകളിൽ പിടിമേലും കൂടെ ആയിരുന്നേ. പിന്നെ അവിടുന്ന് ഫാദുഖാനോട് ടാറ്റും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ സൂര്യയുടെ വണ്ടി ഇത്തിരി ഓടി കഴിച്ചല്ലേ, കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടാ. പിന്നെ പോകുന്ന വഴിക്ക് യാദൃശികമായിട്ട് കുട്ടേട്ടനും ബാവുട്ടിനും കണ്ടിട്ടേ. അവര് കുളപ്പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ആറങ്ങോട്ടെത്തിയപ്പോ ചായ കുടിക്കാൻ കയറി. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. പിന്നെ ആറങ്ങോട്ടിൽ നിന്ന് വേറെ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബാലോട്ടിന്റെ മോനാണ്. അങ്ങനെ അവരോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. വീട്ടിലെത്തിയപ്പോ സൂര്യൻ തേജും പതിവ് പോലെ ഉമ്മർത്തൊക്കെ ഉണ്ട്. ഞാനും സൂര്യൻ ചെറിയ സൗന്ദര്യ പിണക്കത്തിലാണ്. ഏതാണ് ആള് ചിരിക്കുന്നിട്ട് അവിടെ നിന്നിട്ട്. ഇണക്കവും പിണക്കവും ഉള്ളിടത്താണല്ലോ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നല്ല നമ്മുടെ മുത്തച്ഛന്മാര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ചപ്പാത്തി മുട്ടക്കാരും കഴിച്ചുട്ടോ. പിന്നെ ചെറിയ ടിക്ടാക്കിന്റെ മിഠായി വാങ്ങിണ്ടായിരുന്നുട്ടോ ഞാൻ. അത് തേജുവിന് കൊടുത്തേ. അപ്പൊ അവ ഹാപ്പി ആയിട്ടാ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേ. പിന്നെ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ കുഞ്ഞുകൂടി എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.